ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് ഈദാണ്. എല്ലാവർക്കും എൻ്റെ ഒരു ഈദ് മുബാറക്. അപ്പൊ ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് പള്ളി പോട്ടെ ഗൈസ്. നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിക്കും. ഓക്കെ, പുതിയെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഗ്ലാസ് ഞാൻ എല്ലാം പുതിയതാണ്. ഞാനപ്പോൾ അവള് വാങ്ങി തന്നാൽ ഈ നീല ഷർട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. ഇതാണ് എന്റെ പാൻസ്. കണ്ട, യൂഷ്വലി ഞാൻ ഈ ഭാഗത്ത് പള്ളികൾ അങ്ങനെ പോകാറില്ല. കാരണം എന്താ വെച്ചാല് ഇവിടെ അധികം മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളാണ് വരാറ്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവര് നേരത്തെ ഒരു 1.5 മണിക്കൂർ മുമ്പേ പള്ളിയിലെത്തും. എന്നിട്ട് നമ്മള് പോയ സ്ഥലം ഉണ്ടാവില്ല ഗൈസ്. എന്നിട്ട് ഞാനൊക്കെ വന്ന് പുറത്ത് വെള്ളത്തിലും പൊടിയൊക്കെ ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ടാണ് പള്ളിയിൽ പോകാറ്. പക്ഷെ ഇന്ന് അത് നടക്കൂല. കാരണം നമ്മള് വൈറ്റ് പാൻസ് ഇട്ടുണ്ട്, ക്ലീൻ സ്പേസ് വേണം. ഗൈസ്, ഐ തിങ്ക് വി ക്യാൻ ഗോ ഫോർ പള്ളി. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ കാറ് നിർത്താം. ഗൈസ്, അപ്പൊ പള്ളിയിലൊക്കെ പോയി വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാൽ എന്റെ വീട്ടിൽ പോകണം, അവളുടെ വീട്ടിൽ പോകണം, ഫാമിലി കാണണം, ചില്ല് ചെയ്യണം. അതൊക്കെയാണ് പരിപാടി. അപ്പൊ ആദ്യം ഇവിടുന്ന് കുറച്ച് ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ. പായസം കുറച്ച് ഉണ്ടാക്കിയിട്ടും തോന്നുന്ന അവള്, പിന്നെ എന്തൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ തമ്പുരാട്ടി മാറ്റാൻ കയറിയിട്ടുള്ളൂ കേട്ടോ. അല്ല, അപ്പൊ അടച്ചോനെ എന്താണ് ഇപ്പൊ ഈ കാണുന്നത്? ബ്യൂട്ടി വ്ളോഗർ. ഹ്യൂമിഡിഫയർ ഒക്കെ ഇവിടെ. ഹ്യൂമിഡിഫയർ എല്ലാം വർക്ക് ചെയ്യുന്നില്ല എൽഫി. ഇതിവിടൊക്കെ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടാണ് നമ്മളുടെ ബേബി ഇവിടെ പുകന്റെ എഫക്റ്റിന് വേണ്ടിയാണ് ഇതിനിപ്പോ എന്താ. അല്ല, ഇങ്ങനെ തന്നെ എല്ലാരും ബേബി, ഡോണ്ട് വറി. ഓക്കെ, ഞാനപ്പോ കുറച്ച് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. തൽക്കാലം ഇപ്പൊ ഓഫ് ആയ കാരണം വെച്ചാൽ അൽഫിന്റെ ഡ്രസ്സ് മൊത്തം ചുരുങ്ങി കിടക്കുമായിരുന്നു. സോ ഞാൻ എന്താ പെട്ടെന്നൊരു അയൺ ബോക്സ് ഓർഡർ ചെയ്തു. കാരണം നമ്മൾ അയൺ ബോക്സ് വാങ്ങാൻ വേണ്ടി നിന്നിട്ട് കഴിഞ്ഞില്ല, ചീത്തായി പോയി. അപ്പോൾ അയണൊക്കെ ചെയ്ത് ചുളുക്കൊക്കെ പോക്കി. അത് കുഴപ്പമില്ല, എന്റെ ബേബി മെലിഞ്ഞ് മുടിയൊക്കെ വെട്ടിപ്പോ മെലിഞ്ഞ്. അതാണത് ലൂസായി തോന്നുന്നത്. ഗൈസ്, അപ്പൊ നമ്മളുടെ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ ഏകദേശം നിമിഷങ്ങൾക്കകം ഞങ്ങൾ ഇറങ്ങുന്നതാണ്. ഗൈസ്, അപ്പൊ ഞാൻ ഇത് ഷൂ ഇടും. എനിക്ക് ഷൂ ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഷൂ ഒന്നും ഇല്ലല്ലോ ഇടാന്. എന്താ ചെയ്യാ? 2 ഷൂ ഉണ്ട്. ഏതിടും ഗൈസ്? തൽക്കാലം ഇന്നിപ്പോ ഇത് അല്ലേ, വേണ്ട, ഇതിട്ട് തന്നെ സ്റ്റാർട്ട് ആയി. കാരണം അവള് ഗിഫ്റ്റ് ചെയ്തല്ലേ. ഞാനപ്പോ പായസം കുടിക്കായിരുന്നു ഗൈസ്. ബേബിന്റെ പോവാ. ഇതങ്ങണ്ട്. അപ്പൊ ഞങ്ങള് പതിയെ ഇറങ്ങട്ടെ ഗൈസ്. ഗൈസ്, ആദ്യമായിട്ടുള്ള പെരുന്നാളിന് എവറിത്തിങ്. സാധാരണ നമ്മള് ഷർട്ട് എടുക്കും, ഫൈനൽ പാൻസ് എടുക്കുന്നല്ലോ. പക്ഷെ അത് ഷൂ, വാച്ച്, പാന്റ്, ഷർട്ട്, ഗ്ലാസ്, ബ്രോ. അപ്പൊ ഇനി നമുക്ക് കുഞ്ഞിന്റെ അടുത്ത് പോവാ. കാരണം വെച്ചാൽ അവള് സാരി ഒക്കെ ആണ് എടുക്കണെന്നാണ് കേട്ടത്. അതെ, സാരിയിലാണ് നമ്മളന്ന് സാരി. അപ്പൊ അതൊക്കെ കൊടുത്ത് കേൾക്കണ. അപ്പൊ നമുക്ക് നോക്കാം സാരി ഉടുപ്പിക്കാൻ. പെർഫ്യൂം അടിച്ചിട്ട് പോവാം. സോ വി ആർ ഗോയിങ് ടു ഷൂട്ട് എ സ്മോൾ ക്ലിപ്പ്. ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷെ സൂര്യൻ ഇങ്ങനെ നിക്കുമ്പോ മാത്രം നമുക്ക് എന്തോ ഷോട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നിക്കണം. പക്ഷെ റീല് ഒരു സാധനം കിട്ടി, ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത്. വേറെ ഒന്നും കിട്ടില്ല. ഒറ്റ തലന്റെ മുകളിലായി പോയി സൂര്യൻ. കണ്ട, വലിയ കാര്യത്തില് വൈക്കോലും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഒത്തില്ല. അപ്പോ എല്ലാവർക്കും ഈദ് മുബാറക്. എന്റെ വക ഈദ് മുബാറക് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ സോ ഈദ് മുബാറക്. സോ ഞങ്ങളുടെ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ദാ ഫുഡ് കഴിക്കാനും അതിനൊക്കെ ഇട്ട് വീട്ടിൽ പോവാണ്. എന്ത് ഭംഗിയുടെ ബേബിനെ കാണാൻ. എന്നെ കാണാൻ ഭംഗിയില്ലേ? നിനക്ക് ചേരുന്ന, നിനക്ക് അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഡ്രസ്സസ് ഒക്കെ അല്ലേ ഞാൻ എടുത്തു തരുന്നത്. അപ്പൊ പിന്നെ എന്ത് ഭംഗിയായിരിക്കും. അവിടെ നിർത്താൻ വെച്ചാൽ വീട്ടിൽ ഓൾറെഡി ഒരു കാറുണ്ട്. അപ്പം പാർക്കിംഗ് അവൈലബിൾ അല്ല. കുഞ്ഞു സാരി എടുത്തിട്ട് അവൾക്ക് മാറ്റി പാർക്ക് ചെയ്യാൻ കഴിയില്ല. സാരി ഏത് നിമിഷം അഴിഞ്ഞു പോകാം. ആരായി വരുന്നേ? തട്ടൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടി ആയില്ല, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. നമ്മള് വീടെത്തിട്ടോ. ആക്ച്വലി കുറച്ച് നടക്കാണ്ടായിരുന്നു. അവൾക്ക് സൈഡിൽ നിർത്താൻ അറിയില്ല. അവൾക്ക് സൈഡിലേക്ക് നിർത്താൻ അറിയില്ല. സൈഡിൽ നിർത്തിക്കാൻ അതൊരു വലിയ. സോ യെസ്, എന്നാണ് മുടിഞ്ഞ വെയിലും കഴിച്ചത്. ഡ്രസ്സൊക്കെ ഇട്ടു. സാരി എടുത്ത ആളവിടെ. എല്ലാവർക്കും വീഡിയോ എടുക്ക. ഒരിക്കലും ചെറിക്കൂല. എവിടെ
എന്താ ഇവിടെ എന്താ പൊക്കം വെച്ച എൽഫി? ഇവിടെ എന്താ പൊക്കം? ചെരുപ്പ് കാണിച്ചേ. കുഞ്ഞു ലെൻസ് ഒക്കെ വെച്ചിട്ടാണ് പറയണത്. കണ്ണ് അടുത്തടുത്തടുത്ത് അവിടെ എന്റെ മോളെ മൊത്തത്തിലൊരു പക്ഷെ മേക്കപ്പ് ഓവർ. നീ മേക്കപ്പ് ഇടാത്തന്നല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ ഇവള് മേക്കപ്പ് ഇടാണ്ടാണല്ലോ നമ്മള് കാണുന്നത്. അല്ല മേക്കപ്പ് ഇട്ട് നീ മേക്കപ്പ് ഇട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളെ. പക്ഷെ നിനക്കത് അത്ര പക്ഷെ പേഴ്സണലി എനിക്ക് ഇവള് മേക്കപ്പ് ഇടാത്തതാണ് ഇഷ്ടം. ഇവള് ഡ്രസ് ചീറി കല്യാണം കഴിക്കാനായി തോന്നിട്ടോ കണ്ടിട്ട്. കണ്ടില്ലേ എന്താണ് ഭംഗിയാണ്. ഫുഡ് കഴിക്കാ? ഇത്ര ദിവസം നോമ്പ് മാറ്റല്ലേ, വിശക്കുന്നുണ്ടാവില്ലേ? അതെ അതാണ് ഗൈസ്. അപ്പം ചോട്ട ഇൻഫ്ലുവൻസർ ഇതാക്കണ വീഡിയോ ഓൺ ദ വേയിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് കുഞ്ഞു ഇപ്പൊ അവളെ കാണാൻ ഒരു മനല്ലേ. അത് സോക്സ് ആണ് കുഞ്ഞു. സോക്സ് എനിക്ക് വൃത്തിയില്ലല്ലോ. ഓ വലിയ കെട്ടിക്കാൻ പ്രായ അമ്മായി ആയല്ലോ. ഇനിയിപ്പോളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ ചെരുപ്പും ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുവെക്കണ ആളാ കുരുട്ടെ. എക്സാക്ട്ലി മാറി. എത്ര മെച്ചൂരിറ്റി വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക്. ഞാൻ ഇട്ട് തരുമ്പോ നല്ല കൊറോണയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ലല്ലേടി, രസമുണ്ടല്ലേ? പക്ഷെ ഇവളിട്ടതാന്ന് പറയൂല. നമുക്കും ഇടായിരുന്നില്ലേ? എനിക്ക് ഇട്ടതാണ്. എനിക്കൊരു കുറക്കാട്ടം പോലെ എന്തൊരു സാധനം ഇട്ടെന്നാ. ഇതാണ് ഇപ്പൊ ഫുഡ്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, റൈസ് ഉണ്ട്. ഇതൊക്കെ ഉമ്മന്റെ ഹാർഡ് വർക്കാണ്. ഐസ്ക്രീം ആണ്. ഇതിലൊന്നും ഇല്ലല്ലോ അമ്മ. കുഞ്ഞൊരു വട്ടം കഴിച്ചതാണ്. പക്ഷെ നമ്മൾ അവൾക്ക് വയറിലൊരിതാണ് നിക്കണല്ലേ. കുഞ്ഞുവിന് എത്ര വേണ്ടത്? സാരി ഊരി പോയിട്ട് കഷ്ണം കേട്ടോ. കാല് വേണോ? കാല് ഞാൻ കഴിച്ചതാ. കഴിച്ചണോ? ഉറപ്പാണോ? നീ എടുത്തോ. വേറെ നോർമൽ കഷ്ണം മതി. ഇതാക്കണ ഇമ്മയിന്റെ ഡ്രസ്സാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് ആര് സെലക്ട് ചെയ്തമ്മ? കൊള്ളാം. ഇവളെങ്ങാറ്റും രസങ്ങളാട്ടെ കാണാന്, പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ ഇവളെ കാണാൻ ഒരു എന്തോ ഒരു ദുഷ്ട ലുക്ക് പോലെ ഫീൽ ചെയ്യുന്നിടക്ക്. ലെൻസ് ലെൻസ് വെച്ചിട്ടാണ് തോന്നിയ. ഞങ്ങളിപ്പം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു. ഈ ഭയങ്കര ചൂട് കമ്പയർ ടു ഫ്ലാറ്റ്. ഇത് പുകയാട്ടോ. ഫ്ലാറ്റിൽ ഇത്രക്കും ചൂടില്ല ഗൈസ്. കാരണം മുകളിലൊക്കെ കുറെ നില ഉണ്ടായിട്ടല്ലേ എൽഫി? ആ AC വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ല സുഖമായിരുന്നു. ഇനി ഇന്ന് സ്കോർ ചെയ്തത് കുഞ്ഞുമാണ്. സാരി കൊടുത്ത് കുഞ്ഞു ഞങ്ങൾ സ്കോർ ചെയ്ത്. ഉമ്മ പുതിയ പ്ലേറ്റ് ഒക്കെ എടുത്ത് സ്കോർ ചെയ്ത്. എത്ര ദിവസം ക്യാമറ കാണാൻ തിന്നാൻ പറ്റില്ലായിരുന്നു, നോമ്പാണ്ട്. ഇന്നിപ്പോ ധൈര്യമായിട്ട് തിന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ അവൾ എന്തോ ഒരു ഉടായിപ്പ് സാധനം അവൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. വരുമ്പം കാണാം. അപ്പം ഈദ് മുബാറക്. ഓക്കെ, സോ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. കുഞ്ഞോളാടെ കാരണം ചെറിയ പെരുന്നാളല്ലേ. അപ്പൊ ചെറിയ വൈറ്റമിൻ ഡി കൊണ്ട് നടക്കാന്ന് വിചാരിച്ചു. ഓഫ്, നമ്മുടെ കൂട്ടം കടക്കണ നോക്കിയാ പുക കണ്ടിട്ടാ. എന്നാലും ചെക്കങ്ങനെ ചീറി കിടക്കണ്ട. എന്ത് ഭംഗിയൊക്കെ എൽഫി കാണാ. അവളെ തണലത്തൊക്കെ ഉണ്ട്. ഒരുമാതിരി ടാൻ അടിച്ച് ബേണായി നിൽക്കുന്നു. മാച്ചിങ്. അവിടെ എന്തൊക്കെയോ പുകയുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, എന്ത് ചൂടാത്. ഓ, ഇത്തവണത്തെ പെരുന്നാളിന് അൽഫാമായി. ബിരിയാണി കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. സോ സാഡ്.
പക്ഷെ എന്റെ മേക്കപ്പ് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് നമ്മള് അൽഫിന്റെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോഴാക്കണം ഒരുത്തൻ എന്റെ അതേ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ട്. യൂണിഫോം ഇതൊന്ന് പൊക്കി കാണിച്ചെടുക്ക്. ആ പാന്റ് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കഴിച്ച് നിക്കുന്നത്. എന്നാ കാണിച്ചെടുക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അമ്പരപ്പെടും ഗൈസ്. അത്രക്കും നല്ല അഡ്ജസ്റ്റ്മെന്റ് അവിടെ നിൽക്കുന്നത്. എന്നാ കാണിച്ചെടുക്കടാ. സോയാ ഞങ്ങളിവിടെ കുറച്ച് ചില്ലായിട്ടാ. ഓക്കെ സോ ബേബി ബൈ ബൈ അറിയാം. ടാറ്റ അറിയാം. ഇത് പറഞ്ഞടാ. ഇത് പറ ഗൈസ്. എന്ത് ബൈ ഗൈസ്. ഇത്